മാണി സാർ മടങ്ങി വരണമെന്ന് ഹസൻജി ഇപ്പോൾ മലക്കം പറഞ്ഞുവെങ്കിലും നേരത്തെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ചരൽക്കുന്നിലെ യോഗം കഴിഞ്ഞ് ദുഃഖഭാരത്തോടെയാണ് തൻ്റെ തീരുമാനമെന്നും വീട് വിട്ടുപോകുന്ന മകൻ്റെ വിഷമത്തോടെയാണ് UDF ഇടുന്നത് എന്നും പറഞ്ഞ മാണി സാറിൻ്റെ മുഖം എങ്ങനെ മറക്കാനാകും? കൂടെ നിന്നിട്ട് നൈസായിട്ട് പണിഞ്ഞതുകൊണ്ടാണ് 3 പതിറ്റാണ്ടിലേറെ നീണ്ട UDF ബന്ധം അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് പെട്ടെന്ന് എങ്ങനെ മറക്കും? പിന്നെ മലപ്പുറവും ലീഗും കുഞ്ഞാലിക്കുട്ടിയും അത് മാണി സാറിൻ്റെ ചങ്ക് ബ്രോസുമാണ്. UDFൽ നമ്പാൻ കൊള്ളാവുന്നത് കുഞ്ഞാപ്പേ ഉള്ളൂ എന്ന് എത്ര തവണ പരസ്യമായി പറഞ്ഞിരിക്കുന്നു മാണി സാർ. അതുകൊണ്ട് ആ കട്ടിൽ കണ്ട് നിങ്ങളാരും പനിക്കണ്ട എന്നാണ് പാലായിലെ മാണിക്യം പറഞ്ഞു വച്ചത്. പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമെന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ പുത്തൂരം തറവാടോ, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വിട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ശേഷം എന്തുണ്ട് കയ്യിൽ? UDFലെ കുറുപ്പന്മാരോട് പാലായിലെ ചേകവൻ ചോദിക്കുന്നു. എപ്പോഴും ആഗ്രഹിക്കുന്നവരും അഭിപ്രായപ്പെടുന്നവരുമാണ് ഞങ്ങളെല്ലാം UDF ഒറ്റക്കെട്ടായി. മാണി സാറിന്റെ ഈ ഒരു കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചത് ഒരു നല്ല തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിനാണ് പിന്തുണ നൽകിയതെങ്കിലും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിലാണ് അത് സഹായകരമായിട്ടുള്ളത്. മാണി സാറിനെ UDFൽ നിന്ന് ഞങ്ങളാരും പുറത്താക്കിയതല്ല. മാണി സാർ പുറത്തുപോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാക്ക്. ഞാൻ മലപ്പുറത്ത് വെച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിലെ നയപരമായ നിലപാടുകളൊക്കെ ചരൽക്കുന്ന് സമ്മേളനത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റമില്ല, ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുകയാണ്. മാണി സാറിനെ UDFൽ നിന്ന് ഞങ്ങളാരും പുറത്താക്കിയതല്ല. മാണി സാർ പുറത്തുപോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാക്ക്. തീരുമാനം മാറ്റേണ്ട ഒരു സാഹചര്യവും മലപ്പുറം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ശരിയാന്നേ, അത് പറഞ്ഞില്ല. കേരള കോൺഗ്രസ് നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ നിലപാട് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിന്റെ പിന്തുണ തീർച്ചയായിട്ടും മലപ്പുറത്തെ വിജയത്തിന് ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ഞങ്ങളും വഹിച്ചിട്ടുണ്ട് മലപ്പുറത്തെ വിജയത്തിൽ. മാണി സാറിന്റെ ഈ ഒരു കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചത് ഒരു നല്ല തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിനാണ് പിന്തുണ നൽകിയതെങ്കിലും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിലാണ് അത് സഹായകരമായിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ വിജയമാണ്. എങ്കിലും ഞങ്ങളൊക്കെ ഘടകകക്ഷികളെല്ലാം ആത്മാർത്ഥമായിട്ട്, ഇന്ന് ഞങ്ങൾ ഘടകകക്ഷിയല്ല എങ്കിൽ പോലും ഘടകകക്ഷികളോടൊപ്പം ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പിന്തുണ UDFനുള്ള പിന്തുണയല്ല. ഞങ്ങളുടെ പിന്തുണ അരനൂറ്റാണ്ട് കാലമായി മുസ്ലിം ലീഗുമായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പിന്തുണയാണ് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആരോടും അന്ധമായ വിരോധമില്ല, ആരോടും അമിതമായ സ്നേഹവുമില്ല. ഞങ്ങളെല്ലാം ഓരോന്നും നയത്തിൻ്റെയും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ, മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ ശരി ആ ശരിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. അത് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അസസ് ചെയ്യും. ശരിയേത്, മെരിറ്റ് എന്താണ്. അപ്പോൾ ആ ശരിയുടെ ഭാഗത്തേക്കും മെരിറ്റിൻ്റെ ഭാഗത്തേക്കും അതായിരിക്കും ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾക്ക് ആരോടും അന്ധമായ വിരോധമില്ല, ആരോടും അമിതമായ സ്നേഹവുമില്ല. വടക്കാഞ്ചേരി MLA അനിൽ അക്കരയുടെ നിരാഹാര സമരത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. അങ്കത്തൂത്തിൽ തിരിമറിയും അഴിമതിയും നടത്തിയതുകൊണ്ട് അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. അത് അക്കരയ്ക്ക് അത്ര പിടിച്ചില്ല. അതിയാൻ അങ്ങ് നിരാഹാരം കടന്നു കളഞ്ഞു. പഴയ ഭരണസമിതിയെ പുനഃസ്ഥാപിച്ചിട്ട് ഇനി നിരാഹാരം പോയിട്ട് അരിയാഹാരമെങ്കിലും കഴിക്കൂ എന്നങ്ങ് ശപഥം ചെയ്തു. KPCCയിൽ തൽക്കാൽ ടിക്കറ്റ് എടുത്ത പ്രസിഡന്റ് MM ഹസൻ വിളിക്കുന്നു. ദില്ലിയിൽ നിന്ന് സാക്ഷാൽ അന്തോണീസ് പുണ്യാളം വിളിക്കുന്നു. പ്രതാപകാലം കഴിഞ്ഞെങ്കിലും TN പ്രതാപൻ വന്ന് കാവലിരിക്കുന്നു എന്ന് വേണ്ട ആകെപ്പാടെ ബഹളവും ഒച്ചപ്പാടും. പഴയ ഭരണസമിതിയെ പുനഃസ്ഥാപിക്കും വരെ നിരാഹാരം കിടക്കുമെന്ന് ഉഗ്രശപഥം ചെയ്ത അനിൽ അക്കര പക്ഷേ നൈസായിട്ട് അങ്ങ് സമരം നിർത്തി. അനിൽ അക്കര MLA നിരാഹാര സമരം 7ാം ദിവസമായതോടുകൂടി അതിന് ആരോഗ്യനില വളരെ മോശമായി എന്ന് തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ പ്രയാസകരമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായതായി പറഞ്ഞെങ്കിലും ഒരു കാരണവശാലും നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ജില്ലാ കളക്ടറുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. കളക്ടറോട് പറഞ്ഞ ഏക ഡിമാൻഡ്
തൃശ്ശൂർ കളക്ടറേറ്റിൽ കളക്ടറുടെ അതേ ഫ്ലോറിൽ തന്നെയുള്ള JR ഓഫീസിൽ നിന്നും ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു കോപ്പി ഫാക്സായോ ഇമെയിലായോ ഫോട്ടോസ്റ്റാറ്റായോ ലഭിച്ചാൽ സമരം നിർത്താമെന്നാണ് ഏറ്റവും അവസാന നിമിഷത്തിലും അനിലക്കര MLA ജില്ലാ കളക്ടറോട് അടക്കം പറഞ്ഞത്. ഈ സമരപന്തലിലെ സമരം തൽക്കാലം നിർത്തിവെക്കും. അതിന് മറ്റു ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇവിടുത്തെ 2 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റിന്റെയും സമരസമിതി ചെയർമാൻ രാജേന്ദ്രൻ സമരം തുടരും എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഇത് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനമായി എല്ലാവരും സ്വീകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ AK ആന്റണി അനിലക്കരയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. KPCC പ്രസിഡന്റ് MM ഹസൻ നേരിട്ട് വന്നു. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതും ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിരോധം അതിജീവിച്ചിട്ടാണ് പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നത്. മെഡിക്കൽ കോളേജിലും ഈ സമരം തുടരും. കണ്ടാൽ സാത്വികനെന്ന് തോന്നുമെങ്കിലും O. പനീർസെൽവം എപ്പ വരുവേ എപ്പടി വരുവെന്ന് യാർക്കും தெரியாது. OPS-ഉം EPS-ഉം ഇനി ഒന്നിച്ചു നീങ്ങും. ചിന്നമ്മയുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായിട്ടുണ്ട്. ശശികലയെയും ദിനകരനെയും പുറത്താക്കി ചാണകവെള്ളം തളിക്കുന്നതോടെ O. പനീർസെൽവം AIADMK-യിലെ അനിഷേധ്യ നേതാവായി മാറും. ഇത് അന്തമാതിരി കപാലിയല്ലെന്ന് പനീർസെൽവം എത്ര തവണ പറഞ്ഞതാണ് ശശികല കേട്ടില്ല. தொடர்ந்து மக்களுடைய எண்ணத்தின்படியும் தொண்டருடைய விருப்பத்தின்படியும் எங்களுடைய தர்மயுத்தம் அறப்போராட்டம் உறுதியாக வலுப்பெற்று அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகம் தொண்டர்கள் இயக்கம் தான் என்பதை நாங்கள் நிரூபித்து காட்டுவோம் என்பதை தெரிவித்துக் கொள்கிறேன். இருதரப்பும் நாங்கள் பேசி தொண்டர்கள் விருப்பம் எதுவோ மக்களுடைய விருப்பம் எதுவோ அதுவை நடைமுறைப்படுத்துவதற்கு இருதரப்பும் உட்கார்ந்து பேசி முடிவெடுப்போம் என்பதை தெரிவித்துக் கொள்கிறேன்.